എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമി ആർമഠം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനത്തില് ഇന്ന് നമ്മളോട് കഥയുടെ തുടർച്ച ഭാഗം, അതായത് ബാലിവധം എന്ന പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് നമ്മളോട് പ്രഭാഷണമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിയാർ മഠത്തിന്റെ അഭിമാനമായ ശ്രുതിമോളാണ്. എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ ശ്രുതിമോളെ കുറിച്ച് പറയണ്ട. ഇനി നമുക്ക് ഏറ്റവും നല്ലൊരു പ്രഭാഷണം കേൾക്കുവാനായിട്ട് ശ്രുതിമോളെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. നമസ്തേ സാറേ. നമസ്തേ മോദി സാറേ. എല്ലാവർക്കും നമസ്തേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്ന ടോപ്പിക്ക് ബാലീവധമാണ്. ബാലീവധം അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാ കാണ്ഡത്തിലാണ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ ബാലീവധത്തെ കുറിച്ച് തന്നെയായിരുന്നു കേട്ടിരുന്നത്. ബാലീവധത്തെ കുറിച്ച് അധികമായിട്ട് ആ കഥയായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലീനെ വധിക്കുവാനായിട്ട് സുഗ്രീവൻ രാമനോട് ഒരു അഭ്യർത്ഥന ചോദിക്കുക, ഒരു സഖ്യം വെക്കുകയും ചെയ്തത്. ബാലീനെ വധിച്ചു കഴിഞ്ഞാൽ ഞാൻ സീതയെ അന്വേഷിക്കാൻ സഹായിക്കാം. അങ്ങനെ ഒരു സഖ്യം വെച്ച് ബാലീനെ വധിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ നേരിടുന്ന കുറച്ച് വിമർശിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നോടും ചോദിച്ചിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളെ കൂടെ വെക്കാനായിട്ടാണ് ഈ 15 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 15 മിനിറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. നോക്കൂ, ആരാണ് ബാലി എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ബാലി എന്ന് പറഞ്ഞാൽ വളരെ പ്രബലനായിട്ടുള്ള ഒരാളാണ്, ഒരു വാനരനാണ്, കിഷ്കിന്ധയിലെ രാജാവ്. ആ ബാലിക്ക് ഒരു പ്രശ്നമുണ്ട് സ്വഭാവത്തിൽ. എന്താണ് ആ പ്രശ്നം? അഹന്തയാണ്. എന്താണ്? അതായത് എന്താണോ തന്നോട് ആരെന്തു പറഞ്ഞാലും തനിക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രമേ അത് അംഗീകരിക്കത്തുള്ളൂ. അതൊരു അഹന്തയല്ലേ? അഹങ്കാരം എന്ന് പറയുന്നത് ഇതൊരു അഹന്തയാണ്. ആ അഹന്തയാണ് ബാലിയെ മുച്ചോട് നശിപ്പിക്കുന്നതും. ഇതാണ് ബാലിയുടെ ഒരു ക്യാരക്ടർ. അങ്ങനെ ഈ ബാലി സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രാമൻ അമ്പ ചെയ്ത് ബാലിനെ വധിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാലിയെ രാമൻ എങ്ങനെയാണ് അമ്പ ചെയ്തത്? ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തു. അത് ശരിയാണോ? ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്നത് ശരിയാണോ? ഇനി ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യാന്നുള്ളത് യുദ്ധത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് തെറ്റല്ലേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോ നമുക്ക് ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യാനായിട്ടുള്ള കാരണം നോക്കാം. യുദ്ധത്തിലെ തെറ്റാണോ എന്ന് നമുക്കറിയാം. നോക്കൂ, ആദ്യം മനസ്സിലാക്കേണ്ടത് രാമൻ ബാലിയോട് യുദ്ധം ചെയ്തിട്ടില്ല. കാരണം രാമനും ബാലിയും തമ്മിൽ യാതൊരു ശത്രുതയില്ല. പിന്നെന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്? യുദ്ധം നടന്നത് ബാലിയും സുഗ്രീവന്റെ ഇടയിലാണ്. ദ്വന്ദ്വ യുദ്ധമാണ് നടന്നത്. അല്ലാതെ ബാലിയും രാമനും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല. അതുകൊണ്ട് യുദ്ധമുറകളെ ഒന്നും രാമൻ തെറ്റിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ബാലിയെ ഒളിഞ്ഞിരുന്നത് അമ്പ ചെയ്തത് എന്തുകൊണ്ടാണ് രാമൻ അങ്ങനെ ചെയ്യാൻ കാര്യം? നോക്കൂ, ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. ബാലിയുടെ കഴുത്തിൽ ഒരു മാല കാണാം. അതായത് സുഗ്രീവനോട് ഒരു മാല ഇട്ടിട്ട് പിറ്റേന്ന് പോവാൻ പറഞ്ഞു. ആ മാലയല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റൊരു മാല ബാലിയുടെ കഴുത്തിൽ കാണാം. അത് ബാലിക്ക് വരമായിട്ട് ലഭിച്ചതാണ്. ആ മാലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാല ധരിച്ചിരിക്കുന്ന ആരാണോ ആ ആള് തന്നോട് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്ന വ്യക്തിയുടെ പകുതി ബലം ആ വ്യക്തിക്ക് ലഭിക്കും. അപ്പോ ഈ മാല ആരുടെ കഴുത്തിൽ ഇപ്പൊ കിടക്കുന്നത്? ബാലിയുടെ കഴുത്തിലാണ് അല്ലെ. അപ്പോ ബാലിയുടെ കഴുത്തിൽ കിടക്കുമ്പോ ബാലിയുടെ നേരെ വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ബാലിക്ക് ആ യുദ്ധം ചെയ്യുന്ന എതിരാളിയുടെ പകുതി ശക്തി കിട്ടും. ഈ കാരണം രാമന് വ്യക്തമായിട്ട് അറിയാം. രാമന് വിഡ്ഢിയല്ല രാമന്റെ പകുതി ശക്തിയും നഷ്ടപ്പെടുത്താൻ. രാമൻ വളരെ ബുദ്ധിമാനാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി തനിക്ക് തന്റെ എനർജി ഇങ്ങനെ വേസ്റ്റ് ആക്കാനുള്ളതല്ല, ബാലിക്ക് കൊടുക്കാനുള്ളതല്ല. അനവധി കാര്യങ്ങൾക്ക് ലോക നന്മയ്ക്കായിക്കൊണ്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. ഇതറിയാവുന്ന രാമൻ അതിനാലാണ് ഒളിഞ്ഞിരുന്ന് ആരെ അമ്പ ചെയ്തത്? ബാലിയെ അമ്പ ചെയ്തത്.
ഇതാണ് കൃത്യമായിട്ട് ഈ കാരണം പറയുന്നത്. ഈ കാരണം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളെ വിമർശിക്കാൻ വരുമ്പോ നമ്മൾ ശരിയാണല്ലോ, രാമൻ ചെയ്ത് ശരിയാണോ, ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്നത് ശരിയാണോ, അത് വീരത്വമാണോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നുന്നത്. ഇതാണ് കൃത്യമായൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ അറിയണം. ഇനി അങ്ങനെ ബാലിനെ അമ്പ ചെയ്തു, ബാലി വീണു. ബാലി വീണ് കഴിയുമ്പോ ഹനുമാനും എല്ലാവരും ഓടിയെത്തുന്നുണ്ട് ബാലിയുടെ അടുത്ത്. പിന്നെ ബാലി, അവിടെ നമുക്ക് ബാലി എങ്ങനത്തെ ബാലിയെ കാണാൻ പറ്റുന്നറിയോ? രാമനോട് പൊട്ടിത്തെറിക്കുക ബാലി. രാമ, ഈ വാനര മാംസം അഭക്ഷ്യമാണ്, പിന്നെ നീ എന്തിനാണ് എന്നെ അമ്പ ചെയ്ത് വീഴ്ത്തിയത്, എന്തിനാണ് എന്ന് ചോദിച്ച് ബാലി രാമനെതിരെ പൊട്ടിത്തെറിക്കുക. അപ്പോ രാമൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത്. ഈ ലോകത്തിലെ സമസ്ത രാജ്യത്തിന്റെയും അധികാരമുള്ള ഇക്ഷ്വാകവംശം, ആ ഇക്ഷ്വാകവംശത്തിലെ ദണ്ഡന്റെ പിന്മുറക്കാരനായിട്ടുള്ള ദശരഥന്റെ പുത്രനായ രാമനാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് രാമൻ പറയുന്നത്. ആ ഇക്ഷ്വാകവംശത്തിന്റെ ഉത്തരവാദിത്തമാണ് മറ്റുള്ള ഓരോ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അധർമ്മം ചെയ്താൽ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ടത് ഇക്ഷ്വാകവംശത്തിന്റെ ഉത്തരവാദിത്തം. ആ ഇക്ഷ്വാകവംശത്തിൽ പിറന്ന രാമനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തമാണ് കിഷ്കിന്ധയിലെ രാജാവായ ബാലി തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? സ്വന്തം അനുജനായ സുഗ്രീവന്റെ ഭാര്യനെ കൊണ്ട് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അത് ഏതൊരു കാലഘട്ടത്തിലും ശരിയാണോ? രാമന്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, അന്യന്റെ ഭാര്യയെ മോഷ്ടിക്കുക അല്ലെ അന്യന്റെ ഭാര്യയെ കാമിക്കുന്ന പോലും തെറ്റാണ്, ആഗ്രഹിക്കുന്ന പോലും തെറ്റാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് അധർമ്മമല്ലേ ചെയ്തത്? ഇത് ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ബാലി ഇതുപോലെ അനവധി അധർമ്മം ചെയ്തു. ഈ അധർമ്മം ചെയ്തത്, ഈ തെറ്റ് ചെയ്ത് നീയാണ്, നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത് എന്ന് രാമൻ പറഞ്ഞു. ഉടനെ ബാലിയുടെ ഉള്ളിൽ വളരെ വലിയൊരു തിരിച്ചറിവുണ്ടായി, ഒരു വളരെ വലിയ പരിവർത്തനം ഉണ്ടായി എന്നതിന്റെ ഒരു തെളിവാണ് തൊട്ടടുത്ത് നമുക്ക് രാമായണത്തിൽ കാണാം. എന്താണെന്നറിയോ? ബാലി ഉടനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ മാലിൽ തറച്ചു കയറിയിരിക്കുന്ന അമ്പൂരു രാമ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ളതാണ് എവിഡൻസ്. ബാലി പറയാണ്, തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല, ആ പ്രത്യേക വിശേഷണമായിട്ടുള്ള മാലയുടെ പ്രത്യേകത ആര് ധരിച്ചാലും എതിരാളി വന്നു കഴിഞ്ഞാൽ, എതിരാളി യുദ്ധം ചെയ്താൽ ആ എതിരാളിയുടെ പകുതി ബലം തനിക്ക് കിട്ടും. അതുകൊണ്ട് ആ മാല ഊരി സുഗ്രീവൻ ഇട്ട് കൊടുക്കൂ, അല്ലെ സുഗ്രീവന്റെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നോക്കൂ, സുഗ്രീവനെ ഈ രാമൻ അമ്പ ചെയ്യുന്നതിന് തൊട്ട് നിമിഷങ്ങൾ മുമ്പ് അതീവ ശത്രുവായിട്ട് കണ്ട ആളാ സുഗ്രീവൻ. ശത്രുവായിട്ട് കാണുന്ന സുഗ്രീവൻ ഒരിക്കലും രക്ഷപ്പെടണമെന്ന് ബാലി ആഗ്രഹിക്കത്ത് പോലുമില്ല, സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല അല്ലെ. അങ്ങനെയുള്ള ബാലി സുഗ്രീവന് ഈ മാല കൊടുക്കുന്നുണ്ടെങ്കിൽ, സുഗ്രീവൻ ആ മാല ഇട്ട സുഗ്രീവന്റെ പ്രത്യേകത എന്തായിരിക്കും? തന്നോട് ആര് യുദ്ധം ചെയ്യാൻ വന്നാലും അവരുടെ പകുതി ബലം കിട്ടും. അത് വളരെ വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ്. അത് ബാലി സുഗ്രീവന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബാലിയുടെ ഉള്ളിലുണ്ടായ ഏറ്റവും വളരെ വലിയ പരിവർത്തനം തന്നെയാണ്. ആ പരിവർത്തനത്തെ സൃഷ്ടിക്കാൻ സാധിച്ചത് രാമൻ ഈ അമ്പ ചെയ്തത് കൊണ്ട് മാത്രമാണ്. ആ അഹന്തയെ മുച്ചോടില്ലാണ്ടാക്കാണ് രാമൻ ചെയ്തത്. ഇതാണ് ബാലിവധം. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ അറിയണം. നമ്മളോട് നാളെ നമ്മളുടെ കുട്ടികളാണെങ്കിലും മറ്റാരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാൻ വേണ്ടിയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കണം. തെറ്റായ ഒരു മെസ്സേജ് ആവരുത്, ശരിയായി കൃത്യമായി പാസ് ചെയ്ത് നമുക്കിത് പോകാൻ സാധിക്കണം. ഇതാണ് ബാല്യവധത്തെ കുറിച്ചൊന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിനെ മറ്റൊരു ഡയമെൻഷനിൽ നിന്നും മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്നും നമുക്കൊന്ന് നോക്കാം. യാഥാർത്ഥ്യത്തിൽ ഈ ബാല്യവധം ഒരു ത്രേതായുഗത്തിൽ നടന്ന ഒരു കാര്യം മാത്രമാണോ? ഈ കാലഘട്ടത്തിൽ എന്താ ഈ രാമായണം വായിച്ചുകൊണ്ട് അല്ലെ ഈ ബാല്യവധം ഒക്കെ വായിച്ചുകൊണ്ട് എന്താ പ്രസക്തി? നമുക്ക് നോക്കാം. ശരിക്കും ഈ ബാലിയൊക്കെ ഉണ്ടോ ഇപ്പോഴും? യാഥാർത്ഥ്യത്തിൽ ബാലി ഇല്ലേ? ബാലിയുടെ സ്വഭാവം എന്താ? അഹന്തയാണ്. യാഥാർത്ഥ്യത്തിൽ വാൽമീകി ഒളിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ കൃത്യമായ ഫിലോസഫിയാണ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ. ഇത് കഥയാണ്. ഇതാണ് നമ്മളോട് ഈ കഥ വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കണം. അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, നമ്മളുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതാണ് ബാലിവധം. അതെന്താണ്? ബാലി എന്നത് നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലുള്ള അഹന്തയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയില്ലേ,
എനിക്ക് ശരിയും തോന്നി ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്നൊരു അഹന്തയുണ്ട് അല്ലെ. അഹന്തയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ആ അഹന്തയാണ് ബാലി. ഈ ബാലിനെ വധിക്കണം എന്നുണ്ടെങ്കിൽ ആര് മാത്രമേ സാധിക്കുള്ളൂ, അല്ലെ ആർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ? രാമന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ആ രാമൻ ആരാ? രാമൻ ഇനി എവിടുന്ന് വരും? രാമൻ ഇനി അവതരിക്കുമോ? ഈ രാമൻ അപ്പോ ആരാ? രാമൻ ഞാനും നിങ്ങളും ഓരോരുത്തരുവാ. രാമൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഉയർന്നൊരു ബോധാവസ്ഥയാണ്, ഉയർന്നൊരു തലമാണ്. ആ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും രാമനായി തീരാൻ സാധിക്കും. ആ രാമനായി തീരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് സാധന, നമ്മളെ നാമജപം, നമ്മുടെ സ്വാമി മഠത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന വേദമന്ത്രങ്ങൾ. ഇതൊക്കെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ ഉപാസിക്കുക, സാധന ചെയ്യുക. ആ സാധന ചെയ്യുമ്പോൾ ഓരോ പടിയായിട്ട് നമുക്ക് രാമനായി തീരാനായിട്ട് സാധിക്കും. ആ രാമൻ എന്നുള്ളത് ശുദ്ധബോധമാണ്, പ്രപഞ്ചബോധം, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആത്മാവ്, സാക്ഷിത്വം എന്നൊക്കെ പറയുന്ന ഉയർന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ രാമൻ. ആ രാമൻ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തിനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ? നമ്മുടെ ഉള്ളിലുള്ള അഹന്തയാകുന്ന ബാലിനെ തകർത്തെറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ആ രാമനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആധ്യാത്മരാമായണം വായിച്ചു പോകുമ്പോൾ ആ കഥകളിലൂടെ കടന്നു പോകുന്നത്. അപ്പുറം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എവിടേക്കോ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിടർന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ഫിലോസഫിയെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, മുന്നോട്ടേക്ക് അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, കഥ മാത്രം വായിച്ചു പോകാതെ. ഇത്രയാണ് ബാല്യവധത്തിന്റെ ഒരു എസൻസ് ആണ്. ആരെയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് ബാല്യവധം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ബാല്യവധം. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് സഹനാവവതും ചൊല്ലി നിർത്താം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി, നമസ്തേ എല്ലാവർക്കും. ശ്രുതിമോൾ ഇത്രയും സമയം ബാലിവധത്തിന്റെ അന്തരാർത്ഥം, ശരിക്കും രാമായണത്തിലെ ഓരോ ഭാഗവും നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ബാലിവധത്തില് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാലിവധം. ഒരുപാട് സംശയങ്ങളും ഒക്കെ അതിന് ശരിയായിട്ടുള്ള മറുപടി കിട്ടാത്തവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ശരിയായിട്ടുള്ളൊരു മറുപടി ഇപ്പോ ശ്രുതിമോളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. എല്ലാവരും അത് വീണ്ടും ഈ വീഡിയോ ഒക്കെ കേൾക്കുക. ശ്രുതിമോളിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഹനുമാൻ സ്വാമി, ശ്രീരാമേന്ദ്ര സ്വാമി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭാവി ജീവിതത്തിൽ അവരുടെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനെ നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുന്ന അവസരങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അതിനുള്ള കഴിവും കൂടി ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷം. ചേട്ടാ, കിഷ്കിന്ധാകാണ്ഡത്തിലെ ബാലിവധമാണ് ശ്രുതിമോള് അവതരിപ്പിച്ച വിഷയം. അഹന്തയുടെ അവതാരമായ ബാലിയുടെ ദയനീയമായ അന്ത്യത്തിന്റെ രഹസ്യം ശ്രുതിമോള് മനോഹരമായി തന്നെ അനാവരണം ചെയ്തു. അതുപോലെ തന്നെ ധർമാത്മാവായ രാമന്റെ ജന്മരഹസ്യവും പറഞ്ഞു തന്നു. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊന്നും അറിയാൻ മേലാത്ത വിഷയമായിരുന്നു കേട്ടോ. ശ്രുതിമോള് വിശദമായി പഠിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് നന്ദിയുണ്ട്. നമസ്കാരം. ശ്രുതി സൂപ്പറായിട്ട് പറഞ്ഞു കേട്ടോ മോളെ, നന്നായിരുന്നു. ശരിക്കും മോളുടെ ആ പ്രായം വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പറഞ്ഞു. നല്ലൊരു പ്രഭാഷകയായിട്ട് മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിരുന്നു ശ്രുതിമോളെ, വളരെ നന്നായിരുന്നു കേട്ടോ. ആ ശ്രുതിമോളുടെ ഇതിനു മുമ്പിലും കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, നല്ല പ്രഭാഷകയാണ്. ഭാവിയുണ്ട്, നല്ല ഭാവിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ചേച്ചി പറഞ്ഞത് കേട്ടിരിക്കാൻ തോന്നി. നന്നായിരുന്നു. മഹേഷ് കട്ട് ചെയ്യാവേ.